CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാലക്കാട് നഗരസഭയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു അനിശ്ചിതത്വം വിട്ടില്ല. കേവല ഭൂരിപക്ഷം BJPക്ക് ഇല്ല. BJPയെ താഴെ ഇറക്കണമെന്ന് ഇടതുപക്ഷവും UDF ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വതന്ത്രനൊരു പിന്തുണ കൊടുക്കാനുള്ളൊരു സാധ്യത അങ്ങനെയുണ്ടോ? ഞങ്ങളുടെ മുമ്പിൽ അതൊരു ചർച്ചയായി വന്നിട്ടില്ല. പാർട്ടിയിൽ ചർച്ച ചെയ്ത് നിശ്ചയിക്കേണ്ട കാര്യമാണ്. അത് ഒരു കേവലമായിട്ടുള്ള ഒരു സാങ്കേതികമായ ഒരു കാര്യം മാത്രമല്ല, ഒരു രാഷ്ട്രീയമായിട്ടുള്ള നിലപാടെടുക്കേണ്ടതാണ്. അപ്പോൾ രാഷ്ട്രീയ നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി സംസ്ഥാന നേതൃത്വം കൂടിയായിട്ട് ആലോചിക്കേണ്ടി വരും. അങ്ങനെ ഒരു ആലോചനയിലേക്ക് ഇപ്പോൾ ഞങ്ങൾ കടന്നിട്ടില്ല. ഈ ദിവസം ഉണ്ടല്ലോ, രാഷ്ട്രീയ നിലപാടെടുക്കേണ്ട പ്രശ്നമായതുകൊണ്ട് ഇവിടെ മാത്രം നിശ്ചയിക്കേണ്ടതല്ല, പാർട്ടി സംസ്ഥാന നേതൃത്വം കൂടിയായിട്ട് ആലോചിക്കണം. ആലോചന വരട്ടെ, വരുമ്പോഴല്ലേ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു നിലപാടെടുക്കേണ്ട ഒരു സന്ദർഭം വരുള്ളൂ. അതായത് ഭാവിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാധ്യതകൾ കൂടി അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടുള്ളൊരു തീരുമാനമായിരിക്കും. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിലൊക്കെ BJPക്ക് ഈ വിഷയം ഒരു ചർച്ചയാവാതിരിക്കാനുള്ളൊരു ശ്രദ്ധ കൂടി ഉണ്ടാവും. അങ്ങനെയാണോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഈ BJPയെ നേരിടുക എന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ സത്യസന്ധത വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ BJPക്ക് ലഭ്യമാവുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഒറ്റ കാരണം കൊണ്ടാണ്. 50 ഡിവിഷനുകളിൽ കോൺഗ്രസ് പാർട്ടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജയിച്ചതിൽ 43 സ്ഥലത്ത് കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്താണ്. അവരുടെ പിന്തുണയിലാണ് ഇത്രയും ഡിവിഷൻ അവിടെ ജയിക്കാൻ കാരണം. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ BJP മുഖ്യ പ്രതിപക്ഷമായി വരുന്നത് കോൺഗ്രസ് സ്വയം അവർക്ക് BJPക്ക് അവരുടെ വോട്ട് BJPക്ക് കൊടുത്തിട്ടാണ്. ഒറ്റപ്പാലം നഗരസഭയിൽ BJP മുഖ്യ CPM കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ടിയായിട്ട് ഒറ്റപ്പാലം നഗരസഭയിൽ BJP വരുന്നത് കോൺഗ്രസ് സ്വയം നശിച്ച് BJPക്ക് വോട്ട് കൊടുത്തിട്ടാണ്. അകത്തേത്തറ പഞ്ചായത്തിൽ ഒരു കാലത്ത് അകത്തേത്തറ പഞ്ചായത്ത് കോൺഗ്രസിൻ്റെ ശക്തി ദുർഗയായിരുന്നു. മഹാത്മാഗാന്ധി വന്ന 2 തവണ മഹാത്മാഗാന്ധി വന്ന കേരളത്തിലെ ഏക സ്ഥലമാണ്. 3 തവണ കോൺഗ്രസിൻ്റെ ഈ ജില്ലയിലെ ഏറ്റവും വലിയ ശക്തി ദുർഗമായിരുന്നു അകത്തേത്തറ. ഞങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ടാണ് ആദ്യം അകത്തേത്തറ പഞ്ചായത്ത് ജയിക്കുന്നത്. കോൺഗ്രസ് ആയിരുന്നു ഞങ്ങളുടെ മുഖ്യ എതിരാളി. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു വാർഡിലാണ് കോൺഗ്രസ് ജയിക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും സ്വയം തോറ്റ് അവരുടെ വോട്ട് BJPക്ക് കൊടുത്തിട്ട് ആ പഞ്ചായത്ത് BJP കൊടുക്കുന്നത്. അപ്പോൾ CPMനെ തോൽപ്പിക്കുക, LDFനെ തോൽപ്പിക്കുക, സ്വയം നശിച്ചിട്ടാണെങ്കിലും BJP ജയിച്ചാലും ശരി LDF തോൽക്കണം. ഈ സമീപനം കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുക കേരളത്തിലാകെ. അങ്ങനത്തെ ഒരു പാർട്ടി BJPയെ ഒറ്റപ്പെടുത്തുന്നതിൽ അവരുടെ സത്യസന്ധത ഇനിയും സമൂഹത്തിൻ്റെ മുമ്പിൽ തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതൊക്കെ പ്രധാന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ സാധിക്കൂ. നിലപാട് രാഷ്ട്രീയമാണ്, കേവലം സാങ്കേതികമല്ല. ഒരു ഞങ്ങളുടെ പിന്തുണ ആർക്ക് കൊടുക്കണം തുടങ്ങിയിട്ടുള്ള ഒരു സാങ്കേതികമല്ല, പൊളിറ്റിക്കലാണ്, രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള കാര്യം അതീവ സൂക്ഷ്മതയോടു കൂടി മാത്രമേ ഞങ്ങൾക്ക് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ അകത്തേത്തറയുടെ കാര്യം പറഞ്ഞു. അകത്തേത്തറ ഈ കുറച്ച് കാലമായിട്ട് LDFനൊപ്പം നിൽക്കുന്നതാണ്. അതാണ് BJP പിടിച്ചെടുത്തത്. പിന്നെ പുതൂര്, അട്ടപ്പാടിയിലെ പുതൂർ പഞ്ചായത്ത്, അവിടെ ഇത്തവണ LDFന് CPMന് ഒരു സീറ്റ് പോലും ഇല്ല. ഈ BJPയുടെ വലിയൊരു ആധിപത്യമാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നൊരു പരിശോധന നടത്തി ഞങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അകത്തേത്തറ പഞ്ചായത്തിൽ കോൺഗ്രസിനുള്ള സീറ്റ് എത്രയുണ്ടെന്ന് അന്വേഷിക്കൂ. മഹാത്മാഗാന്ധി 3 തവണ വന്ന് കോൺഗ്രസിൻ്റെ ഈ ജില്ലയിലെ ഏറ്റവും ആധിപത്യം ഉണ്ടായിരുന്ന പഞ്ചായത്താണല്ലോ. അവിടെ കോൺഗ്രസിന് ഒരു വാർഡ് കഷ്ടിച്ച് ജയിച്ചു. ബാക്കി എല്ലാ വോട്ടും അവർ BJPക്ക് കൊടുത്തു. കഴിഞ്ഞ തവണ അവർക്ക് ഒന്നുമില്ല. അതെ, കഴിഞ്ഞ തവണ അവരുടെ വോട്ട് BJPക്ക് കൊടുത്തിട്ടായിരുന്നു. ഇത്തവണ അവരുടെ വോട്ട് അവർ BJPക്ക് കൊടുത്തു. പുതൂരും അവരുടെ കോൺഗ്രസിൻ്റെ വോട്ട് BJPക്ക് കൊടുത്തിട്ടാണ് അവർ ഞങ്ങളെ തോൽപ്പിക്കുന്നത്. അപ്പോൾ CPMനെ തോൽപ്പിക്കുക, BJP ജയിച്ചാലും CPMനെ തോൽപ്പിക്കുക, അതാണ് പ്രധാനം. ഞങ്ങളുടെ വോട്ട് വർധനവാണ്, കോൺഗ്രസിൻ്റെ വോട്ടാണ് പോണത്. കോൺഗ്രസ് സ്വയം അവരുടെ വോട്ട് ഞങ്ങൾ തോറ്റാലും CPM തോൽക്കട്ടെ എന്നുള്ള ഒരു ധാരണ എടുക്കുന്ന പാർട്ടിയുടെ അത് എന്ത് എന്നുള്ളത് കോൺഗ്രസ് പരിശോധിക്കണം. അങ്ങനത്തെ ഒരു നിലപാടാണോ ശരിയെന്നുള്ളത്, അതാണ് പ്രധാനം.